നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ ജനവിധി തേടുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി മുനീർ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരം. വിവിധ സ്ഥലങ്ങളിൽ കുടുംബസംഗമങ്ങളും മറ്റു പ്രചാരണ പരിപാടികളും ഏറെ സജീവമാണ്. വാർഡിന്റെ വികസന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് മുനീർ മാസ്റ്റർ പറയുന്നു. ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇത് എൻ്റെ രണ്ടാം ഊഴമാണ്. 2010-15 കാലഘട്ടത്തിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡിൽ നിന്നുള്ള ഒരു മെമ്പറായിരുന്നു ഞാൻ. നാദാപുരം ഗ്രാമപഞ്ചായത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം ലഭിച്ച നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു മികച്ച മെമ്പർ എന്ന നിലയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നാദാപുരം ഗ്രാമപഞ്ചായത്തിനും പ്രത്യേകിച്ച് എൻ്റെ വാർഡായ 15-ാം വാർഡിലും നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു കക്കമ്പള്ളി മലോഞ്ചാൽ റോഡ് അഥവാ ഷാദുലി റോഡ്. ആ ഷാദുലി റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ സഡക് യോജന പദ്ധതിയിൽ നിന്നും 1,75,00,000 രൂപ അനുവദിപ്പിക്കുകയും ഈ റോഡ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്നെനിക്ക് പറയുന്നതിൽ അത്യധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഫണ്ടിന് പുറമെ നിരവധി കേന്ദ്രാവിഷ്കൃത അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ MLA ഫണ്ടുകൾ അതേപോലെ തന്നെ MP ഫണ്ടുകൾ തുടങ്ങിയവ ഈ വാർഡിന് ഞാൻ ആ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിൽ നിന്നൊക്കെ ബന്ധപ്പെട്ടിട്ട് നിരവധി പാലങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പരിചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യം പാർട്ടി എന്നെ എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 22-ാം വാർഡിലാണ് എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. 22-ാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിരവധി നീർച്ചാലുകളും തോടുകളൊക്കെ ഉള്ള ഒരു വാർഡാണ് 22-ാം വാർഡ്. ആ നീർച്ചാലുകളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ കുടിവെള്ള സംരക്ഷണത്തിന് കുടിവെള്ള ലഭ്യതക്ക് അങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനായിരിക്കും ഞാൻ ആസൂത്രണം നടത്തുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നല്ലവരായ വോട്ടർമാർ എൻ്റെ സഹസ്ഥാനാർത്ഥികളായ ബ്ലോക്കിൽ മത്സരിക്കുന്ന പാട്ടത്തിൽ സുമയ്യ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന പ്രഗത്ഭനായ KK നവാസ് തുടങ്ങിയവരെയും കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. മുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന UDF ഭാരവാഹികളും ഏറെ ചടുലതയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. മാസ്റ്ററെ ഞങ്ങളുടെ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നതിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ആഹ്ലാദത്തിലാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ മുനീർ മാസ്റ്റർ മെമ്പറായിരുന്നപ്പോൾ ആ വാർഡുകൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ 22-ാം വാർഡിനും ആ വികസന കുതിപ്പ് തുടരണം എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട മുനീർ മാസ്റ്റർക്ക് അത് കഴിയും. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനമാണ് മുനീർ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഷാദുലി സാഹിബിൻ്റെ മകനാണ് മുനീർ എന്നതും ഞങ്ങൾക്ക് വളരെ ആഹ്ലാദം തരുന്ന ഒരു കാഴ്ചയാണ്. ഈ നാട്ടിലെ ജനങ്ങളും അകമഴിഞ്ഞ് മുനീർ മാസ്റ്റർ അനുഗ്രഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ സ്ഥാനാർത്ഥി എന്തോ എന്നറിയില്ല, ഒരു സൗഭാഗ്യം തന്നെയാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം എന്തുകൊണ്ടും കരുത്തനും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് പ്രിയങ്കരനായ ഷാദുലി സാഹിബിൻ്റെ പൊന്നോമന പുത്രനാണ് അദ്ദേഹം. കഴിഞ്ഞ 2010 തൊട്ടടുത്ത 15-ാം വാർഡിൽ നിന്നും മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന ഒരു റോഡാണ് ഈ ഷാദുലി റോഡ് എന്ന് പറയുന്നത്.
കഴിഞ്ഞ ദിവസം നടന്ന കുടുംബസംഗമം ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. അർബൻ ബാങ്ക് ചെയർമാൻ MK അഷ്റഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ചിഹ്നം നമ്മൾ നോക്കിയാൽ മതി, കോണി. വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതില്ല. മറ്റൊരു കണക്കിന് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ഞാനിവിടെ വന്ന് പരിചയപ്പെടുത്തേണ്ട ആളല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് MSF-ലൂടെ ഞങ്ങളൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തൂടെ ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മയായി നിൽക്കുന്ന മഹാനായ P. ഷാദുലി സാഹിബിന്റെ പാതയിൽ ഹരിതരാഷ്ട്രീയത്തിന് വളമേകാൻ, അതിനോട് ആർജവം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട മുനീർ മാഷ്. അദ്ദേഹത്തിന്റെ സമയങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ്. സ്കൂൾ വിട്ടതിന് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നന്നായി അറിയാവുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. മാത്രവുമല്ല, ഞാൻ 2010 മുതൽ 15 വരെ വാണിമേൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ സമയത്ത് മുനീർ മാഷും നാദാപുരം പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും പരിശീലന പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, അദ്ദേഹം ഓരോ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് സ്വന്തമായി പണം കണ്ടെത്തി, ഒരുപക്ഷെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും അതേപോലെ മറ്റ് ഫണ്ടുകളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും എവിടെ നിന്നെങ്കിലും ഫണ്ട്, ഫ്ലഡിന്റെ ഫണ്ടും അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഫണ്ടും കൊണ്ടുവന്ന് ഈ വാർഡിൽ അദ്ദേഹത്തിന്റെ ആ കാലത്ത് 5 വർഷക്കാലത്ത് നടത്തിയ വികസന വിപ്ലവങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി MK സഫീറ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.